ആ പങ്കാളി ഇതല്ലേ മുരിങ്ങ. മുരിങ്ങ എന്ന് പറയുന്നത് സൂപ്പർ ഫുഡ് മുരിങ്ങയാണല്ലോ. എന്താ ഇത് പരിപാടി? ഇന്ന് മുരിങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു രോഗപ്രതിരോധ ശക്തിക്കും ഈ മഴക്കാലത്ത് പറ്റിയ സാധനം. നല്ലൊരു ടോണിക്ക് പോലെ കഴിക്കാൻ പറ്റും. മുരിങ്ങ സൂപ്പ്. അതെ. ഓഹോ. അപ്പൊ ഇതിന്റെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ? വേഗം പറഞ്ഞോട്ടെ. 2 മുരിങ്ങക്കായ, പിന്നെ വേണ്ടത് അതിന് വേണ്ടി സൂപ്പിന് വേണ്ടിയിട്ടുള്ളത് ഒരു തക്കാളി, ഒരു ചെറിയ സവാള, ഒരു 4 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ ജീരകം, മഞ്ഞള്, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലാസ്റ്റ് നമുക്ക് ഫ്ലേവറിന് വേണ്ടി മല്ലിയില. ഇത്രയും സാധനം വെച്ച് നമുക്ക് അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ. ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കർ കുക്ക് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇടാൻ പോവാണ്. എൻ്റെ കൂടെ 3 കപ്പ് വെള്ളം. 3 കപ്പ് വെള്ളം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരൊറ്റ വിസിൽ മതി. നമുക്ക് ഒത്തിരി വെന്ത് അങ്ങ് കുഴഞ്ഞു പോകണ്ട. ഒരൊറ്റ വിസിൽ മതി. ഓക്കെ. നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇനി ഇത് കുറച്ചു നേരം ആറാനായിട്ടിരിക്കട്ടെ. ഇതിൽ നമുക്ക് ഇനി ആ മുരിങ്ങക്കായിന്ന് സ്പൂൺ വെച്ച് പതുക്കെ അതിന്റെ അകത്തെ സാധനം എടുക്കാനുള്ളതാണ്. അപ്പൊ കുറച്ചൊന്ന് ആറട്ടെ. ഇനി നമുക്ക് പതുക്കെ തുറന്നു നോക്കാം. ഓക്കെ. നമ്മുടെ മുരിങ്ങക്ക സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മുരിങ്ങക്കായി എന്നുള്ള ആ ഫ്ലഷ് നമ്മൾ എടുക്കണം. സ്കൂപ്പ് ചെയ്ത് എടുക്കണം. നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആക്കാം. ഇതാണ് നമ്മുടെ ബേസ്. സൂപ്പിന്റെ ബേസ് ഇതാണ്. ഓക്കെ. നമുക്ക് മുരിങ്ങ സ്റ്റോക്ക് റെഡി. ഇതുപോലെ ഏതെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് കുറച്ച് ആറിയിട്ട് എടുത്താൽ മതി കേട്ടോ. അവർക്ക് അവരവരുടെ കൈക്ക് പറ്റുന്ന സമയത്ത്. എനിക്ക് കുറച്ച് പറ്റുന്നോണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്ലഷ് എല്ലാം എടുത്താണ് അല്ലേ? സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കകത്തുനിന്ന് ഒന്ന് നന്നായിട്ട് സൂപ്പിൽ അരിഞ്ഞു ചേരാൻ ഒന്ന് സ്മാഷ് ചെയ്ത്. കുരുക്കളും ഉണ്ടല്ലോ അല്ലേ? അതെ. സ്റ്റോക്കിനകത്തേക്ക് ചേർക്കും അല്ലേ? നമ്മൾ സ്മാഷ് ചെയ്തെടുത്ത മുരിങ്ങക്കായുടെ കാമ്പ് എല്ലാം എടുത്തതുണ്ട്. അതിന് നമ്മൾ ഈ കുരുവൊക്കെ സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് ആഡ്. ഇതാണ് ശരിക്കും പറഞ്ഞ മുരിങ്ങയില മുരിങ്ങക്ക സൂപ്പിന്റെ സ്റ്റോക്ക്. അത് തന്നെ. ഇനി അടുത്ത സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ്, നമ്മൾ ഒരു പാൻ അടുപ്പി വെക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ മതി. ജീരകം, അതായത് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടട്ടെ. ഇതിനെ നോക്കണം. ഇത് ജീരകം പൊട്ടി തുടങ്ങി. ഇനി നേരത്തെ എടുത്തു വെച്ച് ഇത് ഗാർലിക്ക് ചതച്ച് എടുത്തിരിക്കുകയാണ്. അത് തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ച ഇഞ്ചി. ഓക്കെ. ഇനി ഇത് രണ്ടും ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്യണം. ഫ്ലെയിം ഒരു മീഡിയം ലോ മതി. കരിഞ്ഞു പോകണ്ട. ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ചെയ്യാം. ഇപ്പൊ ഏതാണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുക. ചെറുതായിട്ട് അരിയുക. കാരണം നമ്മൾ സൂപ്പിനകത്തേക്ക് അത് അലിഞ്ഞ് പോകാനുള്ളതാണ്. പിന്നെ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കാര്യമില്ല. ഒരു ചെറിയ എന്താ പറയുക, ഒന്ന് വാടിയാൽ മാത്രം മതി. തീ ശ്രദ്ധിക്കുക. ഫ്ലെയിം എത്ര എന്ന് വെച്ചാൽ അത് ചെറിയ നമ്മൾ കണ്ണാടി പോലെ ആവുക എന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് ബ്രൗൺ ആവണ്ട. തക്കാളി ഇടണ്ടേ? ഇത് കഴിഞ്ഞ് ഇതൊരു ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മള് തക്കാളി അതുപോലെ തന്നെ കുരുകുരാന്ന് അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേണം നമ്മളിത് വഴറ്റാൻ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില,
പിന്നെ അതേ ഉള്ളൂ. ഇനി വേണ്ടത് ഇത് ഈ ടൊമാറ്റോ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആവണം. ഇതുപോലെ ഒരു കാര്യം ഈ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് സവാളയും വളരെ ചെറുതായിട്ട് ടൊമാറ്റോയും തക്കാളി വഴന്നോ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒരു മിനിറ്റ് കൂടെ വേണ്ടി വരും തോന്നുന്നു. വിരാടൻ രുചിക്കളത്തിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കല്ല. കൂടുതൽ റെസിപ്പികൾ നൽകുന്നതിന് അത് രുചിക്കളത്തിനൊരു പ്രചോദനമാകുകയും ചെയ്യും. ഓക്കെ അല്ലല്ലേ പങ്കാളി? അതെ അതെ അതെ. അപ്പോൾ ഇത് ഒഴിക്കേണ്ട സമയമായോ? സ്റ്റോക്ക് ഏതാണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക സ്റ്റോക്ക് ഒഴിക്കാൻ സമയമായി. ഇനി നമ്മളത് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഒരു തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം നമുക്ക്. ഒന്ന് തിളച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. 3-4 മിനിറ്റ്. ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ വേണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി ഉപ്പ്. തിളച്ചു തുടങ്ങിയില്ലേ? ഞാൻ ഇനി പതുക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു 2-3 മിനിറ്റ് തിളക്കട്ടെ. അതാണ് തിളച്ചാലേ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അങ്ങ് ഇറങ്ങുള്ളൂ അല്ലേ? ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിടാൻ പോവാണ്. നോക്കാം. ഈ സമയത്ത് ഇനി നമുക്ക് ഉപ്പ് ശരിയാണോ നോക്കണ്ടേ? മതിയോന്ന് അതൊന്ന് തിളച്ചിട്ട് നോക്കാം. ഒരു തിളയും കൂടെ വരട്ടെ. ഇനി വേണ്ടത് കുരുമുളകാണ്. നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ആഡ് ചെയ്യുക. എരി അവരവരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് നമ്മൾ അതനുസരിച്ച് നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടുക. ഒരു 2-3 മിനിറ്റ് അതൊന്ന് തിളക്കട്ടെ. എല്ലാ ഫ്ലേവേഴ്സും ഒക്കെ ഒന്ന് ഇറങ്ങി. ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഒന്നുകൂടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ 2 മിനിറ്റോളം ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തണ്ട് മല്ലിയില പരിപാടി കഴിഞ്ഞു. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇപ്പൊ അത് വായി വെച്ചപ്പോ ആ ഒരു എന്താ പറയുന്ന ഒരു എഴുന്നേറ്റു. ഇത് കുട്ടികൾക്കൊന്നും ഇത് മുരിങ്ങയ്ക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ അറിയത്തുകൂടിയില്ല. ഞാനൊരിപ്പോ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്യുകയാണ്. കാരണം കുറച്ചുകൂടെ ഒരു സ്പൈസി ആയാലാണ് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. ഹെൽത്തിയും കൂടെയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഫാമിലി മുഴുവനും എല്ലാവർക്കും, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. വിരാടൻ രുചികളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത് പരീക്ഷിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വിഭവവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വിരാടൻ രുചികളത്തിൻ്റെ നന്ദി, നമസ്കാരം.